പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വീട് പോരാ, 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻ ജി ആദ്യമായി പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോഡിജി വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യും. എന്താ ഇവര് പറയും? പിന്നെ പറഞ്ഞു നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു എനിക്കെതിരായിട്ടുള്ള പോസ്റ്റൊക്കെ റിമൂവ് ചെയ്യാം. ആരാന്ന് മനസ്സിലായോ? ഞങ്ങൾ വിചാരിക്കണല്ല. ഞാൻ പറഞ്ഞ മെറ്റ വരെ കേൾക്കും. ഇന്ത്യ മുഴുവൻ അവർ റിമൂവ് ചെയ്യാണ്, പലതും അവരുടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും ഓരോ കാര്യമായിട്ട് വരികയാണ്. പിന്നെ പറഞ്ഞു ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് അതിന്റെ കേരളത്തിലെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. നീ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും, പാവപ്പെട്ടവരാണ്. എന്താ കുഴപ്പം? പോകാൻ പാടില്ലേ? എന്താ കുഴപ്പം? എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയൊക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവരെ തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കടയും ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര നാറ്റം ഉണ്ടാവണം. ഇപ്പം എവിടെയാണ് നാറുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, പറയണോ? എവിടെ നിന്നാണ് നാറ്റം വരുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ ഒന്നും പുറകെ പോകുന്നില്ല. നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ സർക്കാരിന് ഒരുപാട് മുൻഗണനകളുണ്ട്. നാടിനോട് പറഞ്ഞ വാക്കുകൾ, പ്രിയദർശിനി ബസ്സിൽ അല്ലേ ഉണ്ടായില്ലേ, സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തില്ലേ? മുതിർന്നവർക്ക് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമെന്ന് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കും. പാചക തൊഴിലാളികളോട് പറഞ്ഞു, തീരുമാനമെടുത്തില്ലേ? ഇവര് കേരളം മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. രൂക്ഷമായ ധനപ്രതിസന്ധിയ. ഈ ഓണം എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊടുത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വിലക്കയറ്റം നിയന്ത്രിച്ച് നോക്ക്, മാവേലി സ്റ്റോറിലും ഓണം സ്റ്റോറിലും പോയി നോക്ക്, 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി കൊടുക്കുന്ന 13 സാധനങ്ങളും അവിടെ ഉണ്ട്. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഉദ്ഘാടനം ചെയ്യാതെ ആളുകൾ പോയിട്ടുണ്ട്. അത് സബ്സിഡിയുള്ള സാധനമൊന്നുമില്ല, സോപ്പും ചീപ്പും കണ്ണാടിയാണ് ഓണത്തിന്. അതൊക്കെ മാറി, സാധനങ്ങൾ എത്തി, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് എത്തി. എല്ലാവർക്കും അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷന്റെ കുടിശ്ശിക എത്രയായിരുന്നു? ഇപ്പൊ കിട്ടിയില്ലേ? പാചക തൊഴിലാളികൾക്ക് കുടിശ്ശിക കിട്ടി. എല്ലാവർക്കും, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം കൊടുത്താൽ മതി. ഓണമായതുകൊണ്ട് അടുത്ത മാസം കൊടുക്കേണ്ടത് അടുത്ത മാസത്തെ തുക ഈ പ്രാവശ്യം കൊടുക്കുകയാണ്, 19-ാം തീയതി മുതൽ. ഈ സർക്കാർ ജനങ്ങളോടൊപ്പം ഉണ്ടാവും, ഒരു സംശയവും വേണം. സർക്കാർ തെറ്റ് ചെയ്താൽ തിരുത്താൻ നമ്മുടെ പാർട്ടി ഉണ്ടാവും. പാർട്ടി പറഞ്ഞാൽ നമ്മൾ കേൾക്കും. പാർട്ടി തിരുത്തണമെന്ന് പറഞ്ഞാൽ തിരുത്തും. തെറ്റ് പറ്റിയാൽ പാർട്ടിക്ക് വിധേയമായിട്ട്, പ്രസ്ഥാനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശന് ഒരു രാഷ്ട്രീയ വേദി അല്ലെങ്കിൽ ഒരു പാർട്ടി വേദി കിട്ടുന്നത്, അല്ലേ? മറ്റേത് അദ്ദേഹം ഓരോ വേദികളിലും വളരെ കൃത്യമായി വേദിക്കൊത്ത സംസാരങ്ങൾ, അതെന്തെങ്കിലും ആരെങ്കിലും എഴുതി കൊടുത്തത് വന്ന് വായിക്കുന്നതല്ല. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം അദ്ദേഹം പറയും. ഏത് മറ്റുള്ള പേപ്പർ കൊണ്ട് വന്നിട്ട് നോക്കി വായിക്കുന്ന ഏർപ്പാട് അതല്ല. അപ്പോ ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ പാർട്ടി വേദികളിലേക്ക് ഇങ്ങോട്ട് സമയം കിട്ടുന്നില്ല. കാരണം വലിയ തിരക്കാണ്, വലിയ ബിസിയാണ്, മുഖ്യമന്ത്രിയാണ്. പിന്നെ ആ കിട്ടുന്ന മറുപടി പറയാൻ ഈ ആഴ്ചയിൽ ഒരു ദിവസത്തെ വാർത്താ സമ്മേളനം, അതും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. അന്നാണെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പോ അതിനിടയിൽ ഒരു വീണ് കിട്ടിയ അവസരം എന്ന് പോലെയാണ് പാർട്ടി വേദികൾ വളരെ അപൂർവമായിട്ട്. ഇപ്പൊ ഒന്നാമത് കിട്ടുന്നില്ല, അല്ല പാർട്ടി വേദികളിലേക്ക് എത്താനാവുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ സമയം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു വേദിയാണ് ഇപ്പം ഈ വേദി. ആ വേദിയിൽ കൊടുക്കാനുള്ളതും പലിശ അടക്കം കൊടുക്കാനുള്ളതും, ഇനി വട്ടിപ്പലിശക്ക് എടുത്ത രീതിയിൽ ഡബിൾ പലിശ അല്ലെങ്കിൽ വലിയ എന്താ പറയേണ്ടത് ഉയർന്ന നിരക്കിലുള്ള പലിശക്ക് കൊടുക്കാനുള്ളതും ഒക്കെ അങ്ങോട്ട് കൊടുത്ത് തീർത്തിട്ടുണ്ട്.
എല്ലാം ഒന്നങ്ങോട്ട് വെച്ചിട്ടില്ല. വെച്ച് ഒന്നാമത് ഇപ്പോൾ ഈ പാർട്ടി വേദികൾ അല്ലെങ്കിൽ സമയത്തിൻ്റെ ഒരു പ്രശ്നം കാരണം ഇത് കൊടുക്കാൻ പറ്റാതായി പെൻഡിങ് ആയി പോയുണ്ടായിരുന്നു. ഒരു 1, 3, 2, 3 അതടക്കം അങ്ങോട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഇവർ പറയുന്നത് എന്താ? സതീശൻ ബിരിയാണി തിന്നാൻ പോയി, സതീശൻ ഹെലികോപ്റ്ററിൽ പോയി, സതീശൻ കാപ്പിക്കട ഉദ്ഘാടനത്തിന് പോയി. ഇതൊക്കെയാണല്ലോ വാദം. ഈ വാദങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കിയുള്ളത് എന്താ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ 10 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു ഓണം, ഈ ഓണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്. മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സപ്ലൈകോയിൽ പോകുന്ന ആളുകളൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുക. ഏതോ ഒരു പ്രൈവറ്റ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയതുപോലെയുള്ള ഒരു പ്രതീതി. എല്ലാ റാക്കുകളും നിറഞ്ഞങ്ങനെ കവിഞ്ഞ് ഇരിക്കുകയാണ്. ഇനി സബ്സിഡിയുള്ള സാധനങ്ങൾ ഇല്ലാതാവുക, സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ മാത്രം ഉണ്ടാവുക, അങ്ങനെയൊന്നുമില്ല. എല്ലാ സാധനങ്ങളും യഥേഷ്ടം. ഒന്നത്. പിന്നെ ഈ പറയുന്ന പെൻഷനാണെങ്കിലും ഉത്സവ ഭത്തയാണെങ്കിലും ബോണസ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാ മേഖലയിൽ എന്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുണ്ടല്ലോ, അവർക്ക് വരെ ബോണസ്. സംഭവം വലിയ മലമറിക്കാനുള്ള പണമൊന്നുമില്ല. പക്ഷേ ഒരു സന്തോഷം, ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ, ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം ഇതിപ്പോൾ എന്താ പറയേണ്ടത്, ഇപ്പം നമ്മൾ പെരുന്നാൾക്ക് ഈ കുട്ടിയാൾക്ക് കയ്യിലൊരു പെരുന്നാൾ പൈസ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. സംഭവം 10, 20, 50 ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ 100 രൂപ. ഇതുകൊണ്ട് പോയി വലിയ മലമറിക്കാൻ പറ്റിയിട്ടല്ല, പക്ഷെ അതൊരു സന്തോഷമാണ്. അതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ജനപ്രതിനിധികൾക്ക്, വാർഡ് മെമ്പർമാർക്ക്, കൗൺസിലർമാർക്ക് ഒക്കെ 2000 രൂപ. അതിപ്പോൾ അവർക്ക് ആ 2000 രൂപ വല്ല മറിക്കാൻ കിട്ടിയത് കൊണ്ടല്ല, അത് ഒരു സന്തോഷത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, എല്ലാവർക്കും ബോണസുകൾ നൽകിക്കൊണ്ട്, ഉത്സവമാണ് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട്, ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കണ്. ഇതൊക്കെ കൃത്യമായി നടക്കണ്. ഇപ്പോൾ സപ്ലൈകോയിലും പിന്നെ ഈ പറയുന്ന എന്താ പറയേണ്ടത്, മാവേലി സ്റ്റോറുകളിലും സാധനങ്ങളോ ഒന്നുമില്ലാത്ത ക്ഷാമോ അങ്ങനെയൊന്നുമില്ല. തട്ട് കാലിയായി കിടക്കുക, അല്ലെങ്കിൽ സബ്സിഡി ഇല്ലാതിരിക്കുക, ഇങ്ങനത്തെ പ്രശ്നം എല്ലാവർക്കും എല്ലാം ഉണ്ട് ഒരു ഭാഗത്ത്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി എന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യത എന്ന് പറയുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം പറഞ്ഞുകൊണ്ടിരുന്നതും അതോടൊപ്പം അയാൾ മുന്നോട്ട് വെച്ച പ്ലാൻ ബി, ആ പ്ലാൻ ബി അത് അങ്ങനെ തന്നെ അയാൾ നടപ്പിലാക്കുക അല്ലേ. ഇപ്പം നമ്മളിങ്ങനെ പറയുമല്ലോ, മുമ്പൊരു സംഭവം എന്താ വെച്ചാൽ വളരെ സിമ്പിളായിട്ട്, ഇത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വലിയ എന്താ പറയേണ്ടത്, കോർപ്പറേറ്റ് ലോ എന്നല്ല പറയുന്നത്. സംഭവം ഒരു സാധാരണക്കാരൻ്റെ ഒരു കച്ചവടം ഉണ്ടാവുമല്ലോ, സാധാരണക്കാരൻ്റെ ബിസിനസ് എന്താണ്? പണം എറിഞ്ഞ് പണം വാരുക എന്ന് പറഞ്ഞാൽ കൂടുതൽ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് അതിലൂടെ തിരിച്ചു പിടിക്കുക. അതാണ് ഇപ്പം ബോണസ്. ഇപ്പം എല്ലാവർക്കും ബോണസ് കൊടുത്ത് എന്താ കാര്യം? ഈ ബോണസ് ഓണാകുമ്പോഴത്തിന് തിരിച്ച് ഖജനാവിലേക്ക് എത്തും. എങ്ങനെ? കാരണം ആ പൈസ ഇത് ബോണസായിട്ട് കിട്ടിയതാ, അത് ഓണത്തിന് വേണ്ടിയിട്ട് അപ്പം തന്നെ സ്പെൻഡ് ചെയ്യാണ് ആളുകൾ. അതാണ് ഈ പണമെറിഞ്ഞ് സാധാരണക്കാരൻ്റെ കച്ചവടം. എങ്ങനെയാ? കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ട് കൂടുതൽ ഇങ്ങോട്ട് വരുമാനം ഉണ്ടാക്കുക. അത് എപ്പോഴും പറയാറില്ലേ, പൈസ എന്ന് പറയുന്നത് പൂട്ടിക്കൂട്ടിയിട്ട് ബാഗിൽ വെച്ചിട്ടോ കട്ടിനടിയിൽ വെച്ചിട്ടോ കാര്യമല്ല. അത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് റിട്ടേണുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് തന്നെയാ. പണം അങ്ങോട്ട് കൊടുക്കുകയാണ്, സർക്കാർ കൊടുക്കുകയാണ്, ജീവനക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും. ആർക്കപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്തവണത്തെ ഓണത്തിന് ബോണസ് ഇല്ലാത്ത ഏത് വിഭാഗം ജീവനക്കാരുള്ളത്? എല്ലാവർക്കും. എന്താ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? അത് സതീശനറിയാം കൃത്യമായിട്ട്. ഈ കൊടുക്കുന്നത് തിരുവോണം കഴിയുന്നതിന് മുമ്പ് തിരിച്ച് ഈ പറയുന്ന പൊതുഖജനാവിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളത് മാത്രമല്ല. ഈ പണം എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ പണം കേരളത്തിൽ വലിയ രീതിയിലുള്ള, ഇപ്പോൾ ഒരാൾക്ക് 1000 കൊടുത്താൽ ഒരു 10,000 കൊടുത്ത പ്രതീതി കേരളത്തിൽ ഉണ്ടാക്കും. മീൻസ് അതൊരു സർക്കുലേഷനാണ്, അതൊരു ഫണ്ട് ഫ്ലോ ആണ് പിന്നെ നടക്കാൻ പോകുന്നത്.
ഇത് ചെയ്യാൻ അറിയണമെങ്കിൽ എന്താക്കണം, സതീശൻ ആ എക്കണോമിക്സ്, ആ ഒരു ഈ പറയുന്ന എക്കണോമിക്സ് എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു വേർഡ് പറഞ്ഞെന്നുള്ളൂ. ഇത് പൊതുവായിട്ട് പെട്ടിക്കട നടത്തുന്ന സാധാരണക്കാരൻ്റെയും ചിന്താഗതി ഇതാ, ഫണ്ട് അങ്ങോട്ട് ഇറക്കിയിട്ട് തിരിച്ചു പിടിക്കുക. അതിൽ ചില ആളുകൾക്ക് പ്രശ്നം എന്താ, ഇറക്കാനുള്ള ഫണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അങ്ങോട്ട് ഇറക്കിയാലാണ് ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. എല്ലാ സാധനവും ഇപ്പോൾ ഒരു പെട്ടിക്കട വിചാരിക്കുക, മുറുക്കാൻ മാത്രം വെച്ചാൽ എല്ലാ കച്ചവടം ഉണ്ടാവുമോ? ആ മുറുക്കാൻ പീടികയിൽ എല്ലാ കണ്ണിക്കണ്ട സാധനങ്ങളും ഈ നട്ടുറങ്ങ് സാധനങ്ങളും കൊണ്ടെന്ന് വെച്ചാൽ അതിന് അപ്പോൾ അങ്ങോട്ട് ഇറക്കിയിട്ട്, അതാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറയലുണ്ട്, പണം എറിഞ്ഞ് പണം വാരുക എന്ന്. അങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ട് അതിങ്ങോട്ട് തിരിച്ചെത്തിക്കുക. അപ്പോൾ സതീശൻ അറിയാം എന്ത്, ഈ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, ഇപ്പം ഈ പെൻഷന് 19-ാം തീയതി മുതൽ കൊടുക്കാൻ തീരുമാനിച്ചെന്താ, അത് സതീശനറിയാം. തിരുവോണപ്പുഴ 26-ാം തീയതിയോ അല്ലേ, 25-ാം തീയതി 26-ാം തീയതി അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ തിരുവോണത്തിന് മുന്നേ ഈ കൊടുത്ത പൈസ മൊത്തം തിരിച്ചിങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫ്ലോ, ഒരു സർക്കുലേഷൻ ഓഫ് ഫണ്ട് അതുണ്ടാകുമെന്നുള്ളത് ബോധ്യം. അത് എവിടുന്നാ ബോധ്യം? ഇനി ഇതിനെക്കുറിച്ച് ബോധ്യം വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും വേണ്ടേ? അത് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി സതീശൻ പറഞ്ഞത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ പറയുന്ന പ്രിയദർശിനിയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന്, സൗജന്യ യാത്ര ഉദ്ഘാടനത്തിൻ്റെ അന്ന് സതീശൻ പറഞ്ഞൊരു കാര്യം, ഇതിപ്പോൾ കൊടുത്തിട്ട് ഒരാൾ ഒരു 2000 രൂപ, അന്ന് അദ്ദേഹം 2000 രൂപ 2500 രൂപ എന്ന് പറഞ്ഞത് ആണ് ഒരു മാസം അയാൾക്ക് ലാഭം ഉണ്ടാകുന്നതെങ്കിൽ അത് അപ്പം തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങും. അത് 2000 എന്താകും, ഒരു 20,000-ൻ്റെ ഫലം കാണിക്കും. നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പ്രിയദർശിനിയിൽ സ്ഥിരമായി ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾ അത് മാറ്റിവെച്ചു. അത് ഒരു മാസമായി കുടുക്ക പൊട്ടിച്ചു പിറ്റേ തന്നെ അത് ഇറക്കാണ്, മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്, പൊതുമണ്ഡലത്തിലേക്ക്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുകയാണ്. പൈസ ഇറങ്ങുന്നു, വീണ്ടും സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം ഇതിന് എന്ത് വേണം? ഇതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ആളുകൾ ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വേറെ കഴിയുന്നു. ഇത് നമ്മൾ വലിയ പാർട്ടിക്കാരനോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനോ പാർട്ടി നേതാവൊക്കെ ആയിട്ടുണ്ടാവും. പാർട്ടി നേതാവാകുന്നതും ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും രണ്ടാണ്. അവിടെയാണ് ഈ പറയുന്ന എന്ത് പറയണ്ടേ, ക്യാപ്പബിലിറ്റീസ് വേണ്ടത്, ആ പൊട്ടൻഷ്യൽ ഉണ്ടാവേണ്ടത്. ആ പൊട്ടൻഷ്യൽ ഇല്ലാതെ പോയതാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളം എവിടെയോ എത്തേണ്ടതായിരുന്നു. പക്ഷെ എവിടെ എത്തി? നേരെ താഴോട്ടാണ് പോയത്. നമ്മൾ മേലോട്ട് പോകുന്നതിന് പകരം താഴോട്ട് പോയി കഴിഞ്ഞ 10 വർഷക്കാലം. എൻ്റെ ഈ പറയുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് ഈ മറ്റേ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അല്ല ഞാൻ പറയുന്നത്. ഒരു എന്താ പറയുക, ഭരണപരമായിട്ടുള്ള ഐഡിയോളജി അതില്ലാതെ പോയി. അത് പറഞ്ഞു കൊടുക്കാനും ആളുണ്ടായില്ല. പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടായത്? തിരുവാതിരക്ക് പാട്ട് എഴുതാനും കാരണഭൂതാനാക്കാനും കപ്പിത്താനാക്കാനും ആളുണ്ടായുള്ളൂ എന്ന് പറഞ്ഞാൽ സ്തുതിപാഠകരെ ഉണ്ടായുള്ളൂ. എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ഐഡിയ മുന്നോട്ട് വെക്കാൻ ഒരുത്തരുണ്ടായില്ല. പിന്നുണ്ടായത് എന്താ? പിന്നുണ്ടായത് ഈ കുറേ കൃമികീടങ്ങളെ പിടിച്ച് തിരികെ കയറ്റാൻ ആളുകളുണ്ടായി. അപ്പം ഇതാണ് കഴിഞ്ഞ 10 വർഷക്കാലം സംഭവിച്ചത്. അവിടെ നിന്നാണ് ഒരൊറ്റ സഡേന്ന് ഒരു പ്ലേറ്റ് ഇങ്ങനെ തിരിക്കുക എന്ന് പറയുന്ന പോലെ, ഒരു പേപ്പർ മറിക്കുന്ന ലാഘവത്തിൽ, ഒരു പേജ് മറിക്കുന്ന ലാഘവത്തിൽ സതീശൻ ഒരൊറ്റ നിമിഷം കൊണ്ട് കാര്യങ്ങൾ മറിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളങ്ങനെ കുറ്റം പറയല്ല പിണറായി വിജയനെ. കാരണം പല വിധത്തിലുള്ള പടപ്പുകളുണ്ടല്ലോ. എല്ലാവർക്കും ഒരേ ബുദ്ധിയാണോ? എല്ലാവർക്കും ഒരേ കഴിവാണോ? അപ്പം നമുക്ക് തെറ്റി ഒരു ക്യാപ്പബിലിറ്റിയും ഇല്ലാത്ത ഒരാളെ പിടിച്ച് നമ്മൾ ഇതൊക്കെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് കേരളം ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് ഓണത്തിന് ഇത് കണ്ടുകൊണ്ടിരിക്കുക. ആളുകൾക്ക് സാധനങ്ങളുണ്ട്, അത്യാവശ്യ സാധനങ്ങളുണ്ട്, ഓണം ആഘോഷിക്കാൻ വേണ്ട എല്ലാ അവസരങ്ങളുമുണ്ട്, ഓണം ആഘോഷിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. മാവേലികളിലും ഈ പറയുന്ന സപ്ലൈക്കോയിലും ഒക്കെ നിറയെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആശ്വാസം. അപ്പോൾ ഈ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടുകളൊക്കെ
കൊടുക്കുന്നത്, അതായത് സർക്കാർ സ്പെൻഡ് ചെയ്യുന്നത് ബോണസായിട്ട്, ഉത്സവ ഭത്തയായിട്ട്, പെൻഷനായിട്ട്, അങ്ങനെ പല വിധത്തിൽ സർക്കാർ നൽകുന്ന ഓരോന്നും സ്പെൻഡ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഈ പറയുന്ന ഓണം തീരുന്നതിന് മുമ്പ് തന്നെ തിരിച്ച്, കാലതാമസമില്ല, അതും പ്രത്യേകം നോക്കണം. കാലതാമസം ഇപ്പോൾ ഈ കൊടുത്തതൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് വരികയാണ്, അങ്ങനെയല്ല. കൊടുത്തത് ഓൺ ദ സ്പോട്ടിൽ. കാരണം ഇത് ഓണത്തിനാണ്, ഓണത്തിന് ആളുകൾക്ക് ചിലവ് കൂടുതലാണ്, ആഘോഷമാണ്, എല്ലാവരും ആഘോഷിക്കുകയാണ്. അപ്പോൾ കൊടുത്ത് ഓൺ ദ സ്പോട്ടിൽ തിരിച്ചെത്തി. തിരുവോണത്തിന് മുമ്പായിട്ട് കൊടുത്തതൊക്കെ ഉറപ്പായിട്ടും ഖജനാവിലേക്ക് തന്നെ തിരിച്ചെത്തും. അതാണ് സതീശൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. അതാണ് ഈ സതീശനും വിജയനും തമ്മിലുള്ള വ്യത്യാസവും.